നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ മൂന്നാർ യാത്ര വീണ്ടും തീർന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോണത് ടൈഗർ കേവിക്കാണ്. ഒരാൾക്ക് 50 രൂപയാണ് അവിടേക്കുള്ള പാസ്. അപ്പം നമ്മളൊരു തൂക്കുപാലത്തിൽ കൂടി കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. അതിൽ ഒരേ സമയം 5 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട് നമ്മളെ കടത്തിവിടാനൊക്കെ ആയിട്ട്. മൂന്നാറിലെ പല സ്ഥലത്തും പോയപ്പോഴും എല്ലായിടത്തും നമുക്കൊരു സെക്യൂർ ഫീൽ ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും എന്താ പറയുക, എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും ചില സ്ഥലത്ത് നമുക്ക് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഉണ്ടായില്ല. ഇവിടെ എല്ലായിടത്തും അത്യാവശ്യം നോക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാലമൊക്കെ കടന്ന് അപ്പുറത്ത് എത്തി. ഇതാണ് പാലത്തിൻ്റെ ഒരു ഇത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളവും പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അവിടെ ദൂരെ ഒരു ഏറുമാടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് അവിടുത്തെ ആൾക്കാർ പോകുന്നുണ്ടാവും, നമുക്ക് പോകാൻ പറ്റില്ല. ദൂരെയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. കാട്ടിനുള്ളിൽ നല്ല രസമുണ്ടാവും അവിടെ. അങ്ങോട്ട് നമുക്ക് പക്ഷെ പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ടൈഗർ കേവിലേക്ക് പോവാം. ഏറ്റവും എനിക്ക് പറയുകയാണെങ്കിൽ മൂന്നാറിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടൈഗർ കേവിക്ക് പോയതാണ് കേട്ടോ. കാരണം അവിടേക്ക് പോകാനുള്ള വഴികൾ വളരെ നല്ല എന്താ പറയുക, നീറ്റായിട്ടുള്ള, അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒക്കെ നാച്ചുറലായിട്ടുള്ള ഇതാണ്, വഴിയാണ്. പക്ഷെ അത് വളരെ നീറ്റായിട്ട്, ഇനി മഴയൊക്കെ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ ഇപ്പോൾ വളരെ നീറ്റായിട്ടുള്ള നല്ല മണ്ണും ഒക്കെ ആയിട്ടുള്ള കച്ചറകളൊന്നുമില്ലാതെ, കച്ചറ മീൻസ് നമ്മളുടെ ആ ചെടിയുടെ ഇലകളുണ്ടെന്നല്ലാതെ വേറെ തരത്തിലുള്ള കച്ചറകളൊന്നുമില്ലാതെ വളരെ നീറ്റായിട്ടുള്ള വഴികളായിരുന്നു. ഇടയിലൊക്കെ നിറച്ച് പാറകളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഭാഗത്തൊക്കെയാണ് ഈ സ്ഥലം വെച്ചെങ്കിൽ നമ്മൾ അവിടെ തന്നെയാവും. അത്രയ്ക്കും നമുക്കിങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കൂടെ നമുക്ക് കുറച്ചധികം അങ്ങോട്ട് നടന്നിട്ട് പോകാണ്ട്, നിറയെ മരങ്ങളും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ. ഒരു കാര്യം, നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും അവിടെ ഒന്നും വേസ്റ്റൊന്നും ഞാൻ കണ്ടില്ല. വേസ്റ്റൊന്നും ആരും ഇട്ടതായിട്ടൊന്നും കണ്ടില്ല. ഇപ്പം എന്തെങ്കിലും നമ്മളുടെ അടുത്തുള്ള ബോട്ടിൽസോ അങ്ങനെ ചിലയിടത്തൊക്കെ പോയാൽ നടക്കുന്ന വഴി മൊത്തം കച്ചറയായിരിക്കുമല്ലോ, അങ്ങനെയൊന്നും കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ നീറ്റായിട്ടുള്ള ഇതായിരുന്നു. നമ്മൾ ചില സ്ഥലത്ത് നീറ്റ് നമ്മളിപ്പോൾ കട്ടയൊക്കെ ഇട്ട് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതാവുമ്പോൾ അതിനേക്കാളും ഭംഗി നാച്ചുറലായിട്ടുള്ള ഈ നീറ്റായിട്ട് കാണുമ്പോഴല്ലേ അതിനേക്കാളും ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി മുതൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ ദുർഘടം പിടിച്ച യാത്രയാണ് കേട്ടോ ടൈഗർ കേവിക്ക് പോകാനായിട്ടുള്ളത്. നിറയെ പാറക്കെട്ടുകൾക്ക് ഉള്ളിൽ കൂടി വേണം നമ്മൾക്ക് പോകാൻ. അവിടെയൊക്കെ ഗാർഡ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ പിടിച്ചൊക്കെ കുറേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. ലൈനായിട്ട് തിരിച്ചു വരുന്നവരും പോകുന്നവരൊക്കെ ആയിട്ട് അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരൊക്കെ ഉള്ളത് കൊണ്ടും എന്താ പറയുക, ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടും നമുക്കങ്ങനെ ഒരു പേടിയോ അങ്ങനെയൊന്നും തോന്നിയില്ല. പാറക്കെട്ടുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, അങ്ങനത്തെ എന്തെങ്കിലും ജന്തുക്കളോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട്. ഒരു പാറയുടെ ഇടയിൽ കൂടി ആയ കാരണം തന്നെ ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടെ പോകുമ്പോൾ. നല്ലൊരു സ്ഥലമായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ, എന്നാലും നമ്മളത് എൻജോയ് ചെയ്തു. എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയ യാത്ര. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര വയ്യാത്തൊരു ദിവസമാണ് നമ്മൾ ഈ യാത്ര ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഞാൻ അറിഞ്ഞു തന്നെ ഇല്ല. അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. മൂന്നാറിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ടൈഗർ കേവിലേക്ക് പോയി അവിടെ കണ്ടത് തന്നെയാണ്. അവിടെ അങ്ങോട്ട് എത്തുമ്പോഴുള്ള ഒരു നമ്മളുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്നാറിൽ പോയിട്ട്. അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇറങ്ങാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുളയും ഒക്കെ വെച്ച് കെട്ടിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊന്നും പിടിക്കാതെ ഒന്നും ഇറങ്ങാൻ അവിടെയൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചില സ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങിയത്.
മഴയൊക്കെ വന്നാൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. അതുവഴിയൊക്കെ ഇറങ്ങുമ്പോൾ സ്ലിപ്പാവുകയൊക്കെ ചെയ്യും. ഞങ്ങൾ പോയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല ചൂടുള്ള സമയമാണ് നമ്മളെ നാട്ടിലൊക്കെ. അപ്പോൾ അവിടെയും മഴയൊക്കെ കുറവായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണങ്ങിയൊക്കെ കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ പോകുമ്പോൾ തോന്നിയില്ല. അപ്പം നമ്മൾ ടൈഗർ കേവ് ഒക്കെ കണ്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് വീഡിയോയിൽ എന്തൊക്കെയോ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ല, കാര്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മൈക്ക് ഓഫായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും വീഡിയോക്കകത്ത് വന്നില്ല. ഒന്നുമില്ല, ടൈഗർ കേവ് നല്ല ഭംഗിയുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. മൂന്നാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടൈഗർ കേവാണ്. പോയ വഴിയൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മളെ മൂന്നാറിലെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ട്രക്കിൽ തന്നെ കയറി നമ്മളെ കാറിൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ നിന്ന് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.